ഞങ്ങളിപ്പോൾ ജോഗിലാണ്. ഇനിയിപ്പോൾ താഴോട്ട് പോകണമെന്നൊരു പ്ലാനുണ്ട്. വിടുവോ ഇല്ലയോ എന്നറിയില്ല. ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ ഇല്ലൊന്നും അറിയത്തില്ല. അടിപൊളി വ്യൂ ആണ്. തിരിച്ചിപ്പോൾ എവിടെ വണ്ടി ഉള്ളതെന്നുള്ള കാര്യം അറിയത്തില്ല. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ജോഗിലാണ്. ജോഗ് ഫാൾസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കറിയാം ഇന്ത്യയിലും ചിലപ്പം ഏഷ്യയിൽ തന്നെ കാണാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലമാണ്. ഞാനും എൻ്റെ അനിയൻ പ്രിൻസിനുമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ചുറ്റോട്ടമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങളെ കാണിക്കാം എങ്ങനെയൊക്കെയുണ്ട് ഈ സ്ഥലം. ഞങ്ങൾ ജോഗ് ഫാൾസിൽ ഇറങ്ങാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും നിർഭാഗ്യവശാൽ സമയം കഴിഞ്ഞിരുന്നു. 3 മണി വരെ ആയിരുന്നു സമയം. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 3:30 ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ജോഗ് ഫാൾസിലെ വെള്ളം ചാടുന്നതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ഏറ്റവും മണ്ടയിൽ ഒന്ന് കയറാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഞങ്ങളൊരു കാടിൻ്റെ വഴി കൂടെ കയറി വന്നേക്കുവാണ്. ഫ്രണ്ട്സിന് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെവിടെ എത്തുമെന്ന് അറിയത്തില്ല. അങ്ങ് ദൂരെ പോകണം. എന്തായാലും ഞങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കും അവിടം വരെ എത്താൻ പറ്റുമെന്ന്. എന്തായാലും മുമ്പോട്ട് പോയി നോക്കുക തന്നെ. വഴിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതൊക്കെയോ കാടിൻ്റെ ഉള്ളിൽ കൂടെയും കാലിൻ്റെ മണ്ടയിൽ കൂടെയും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്താൻ പറ്റുമോ ഫ്രണ്ട്സാ? ഫ്രണ്ട്സ് എന്തായാലും കയറി പോകുന്നുണ്ട്. ഞങ്ങളൊരു പാറ കയറി ഇവിടെ എത്തി. താഴോട്ട് ഇറങ്ങലോ നടന്നില്ല. എങ്ങനെയെങ്കിലും പോയി നോക്കാം. ഏതാണ്ട് ഇവിടെ എത്തി. ഫാൾസ് എവിടെയാണെന്നുള്ള കാര്യം പോയി തന്നെ നോക്കാം. ഏതാണ്ട് അടുത്ത് എത്തി തോന്നല്ലടാ. ഏതാണ്ട് അടുത്ത് എത്താറായി. എന്തായാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി സ്ഥലം കേട്ടോ. ഒന്ന് വന്ന് കാണാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. ഒരു അല്പം ബുദ്ധിമുട്ടാണെന്നുള്ള ഇതിലൂടെ വരാൻ വേണ്ടി. എന്തായാലും നമുക്ക് ആ മുകളിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് കൂടെ കിട്ടിയാൽ നമ്മളിന്ന് പൊളിക്കും. ഏതാണ്ട് അവിടെ സ്ഥലം എത്തിയെന്നാണ് പറയുന്നത്. എന്നാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസ് എവിടെ എത്തി? അടിപൊളി സ്ഥലമാണെന്നാണ് പറയുന്നത്. ആണോ? സെറ്റ്. ആക്ച്വലി വെള്ളം ചാടുന്നത് ഏതാണ്ട് അവിടെ നിന്നാണ്. ഇത് സംഭവം സ്ഥലം അടിപൊളി സ്ഥലമാണ്. കാരണം നമുക്കിവിടെ കുറേ ചെറിയ ചെറിയ ഫാൾസുകളുണ്ട്. ജോഗ് ഫാൾസിൻ്റെ അനിയന്മാരും അമ്മാവൻ്റെ മക്കളുമൊക്കെ ആയിട്ട് വരും. കുറേ കുഞ്ഞു ഫാൾസുകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം. പോവല്ലേ? ഇതാണ് ആക്ച്വലി ജോഗ് ഫാൾസിൻ്റെ മണ്ടേ എന്നുള്ള വ്യൂ ആണ്. അടിപൊളിയാണ്. വരാനൊരു അല്പം റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി അങ്ങനെ വഴിയൊന്നുമില്ല. ആരും ഇങ്ങോട്ട് വരുന്ന സ്ഥലമല്ല. ഞങ്ങളൊരു കൗതുകത്തിൻ്റെ പേരിൽ ചാടി വന്നതാണ്. എന്നാലും നല്ലൊരു സ്ഥലം കേട്ടോ. നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വളരെ സാഹസികമായിട്ട് പ്രിൻസിന് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ചോളൂ. അത് വരാൻ പറ്റില്ല. ഏത് നിമിഷം ക്യാമറയും മൊബൈലും എല്ലാം കൂടെ താഴെ വീണ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഹായ്, ഞങ്ങളിതോ ചന്ദ്രൻ്റെയോ മാർസിൻ്റെ ഒക്കെ ഉപരിതലം പോലെ തോന്നുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. വരാൻ ഇത്ര ബുദ്ധിമുട്ടിയാൽ എന്തോ ഇത് കൂട്ടൊരു വ്യൂ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അടിപൊളി. എങ്ങനെയുണ്ട്? സംഭവം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ.
ഇവിടെ ആൾക്കാർ വന്നേക്കുന്നത് വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ദൂരെ അതൊക്കെ ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. ആ കാണുന്നതൊക്കെ ആക്ച്വലി ഒരു അവിടെ പോയി നിന്ന് വ്യൂ പോയിൻ്റാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതൊക്കെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇങ്ങനെയൊക്കെയാണ് സ്ഥലം. പ്രിൻസൻ ചാടി ഇറങ്ങുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ഒരുമാതിരി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലത്തെ പാറയാണ്. പക്ഷെ നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടി. ഇതാ അതിൻ്റെ അപ്പുറത്തേക്ക് 800 ചെല്ലുവാനും അടി താഴ്ച എന്നുള്ള കാര്യം. 830 അടി താഴ്ചയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക്. അറ്റത്തേക്ക് പോയി നോക്കാം അല്ലേ? അവിടെ പോയി ആ അറ്റത്ത് പോയി നിന്ന് നോക്കാം. എന്താ കാണുന്നതെന്ന് അറിയണമല്ലോ. എന്തായാലും പോയി നോക്കാം. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ്. ഞങ്ങൾ ജോഗ് ഫാൾസിൻ്റെ മണ്ടയിലെത്തിയേക്കുവാണ്. ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അല്ല പെർമിഷൻ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ആരെങ്കിലൊക്കെ ഞങ്ങളെ തേടി വരുമോയെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് താഴേക്കുള്ള കാഴ്ച. മോനെ ആ താഴെ കാണുന്ന വഴിയില്ല, അവിടെയാണ് നമ്മൾ ഇറങ്ങി വരണം എന്ന് നമ്മൾ ആലോചിച്ചത്. പക്ഷേ സമയം കഴിഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങോട്ടേക്ക് ഇറക്കി വിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് മുകളിലേക്ക് വന്നു. ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഇതിലെ മെയിൻ വെള്ളച്ചാട്ടം ഇതാ. ഇതുവഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ അവനങ്ങോട്ട് ഒഴുകി ഇറങ്ങി പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ചാടുകയാണ്. ഇതാണ് ജോഗിലെ മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ പോയിന്റ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് 830 അടി താഴ്ചയിലേക്കാണ് ഈ വെള്ളം പോകുന്നതെന്ന് ഓർക്കണം. ശരിക്കും വീഡിയോ എടുക്കാൻ നേരത്തെ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. ഇവിടുന്ന് എങ്ങാൻ തെന്നിപ്പോയാലോന്നൊരു പേടിയുണ്ട്. ഒരാളിവിടെ മുറുക്ക പിടിച്ചിരിപ്പുണ്ട്. എങ്ങാനും കയ്യിൽ നിന്ന് വിട്ടു പോയാൽ എൻ്റെ ദൈവമേ. പക്ഷെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടുന്ന് കേട്ടോ. ിന്റെ മണ്ടയിൽ ഒരാൾ കിടക്കുന്നുണ്ടോ? കിടക്കുന്നാണ്ട് ഭയങ്കര പേടിയാവുന്നുണ്ട് കേട്ടോ. ഒന്നുകൊണ്ടൊരു ഷോട്ട് എടുക്കുകയാണ്. താഴ്ഭാഗം കിട്ടാൻ വേണ്ടിയുള്ളൊരു സാഹസമാണ്. അയ്യോ അത്രേ ഉള്ളൂ. നിൽക്കാൻ പേടിയായതുകൊണ്ടാണേ ഇവിടെ കിടന്നു നിന്നൊരു ഷോട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. തിരിച്ചിപ്പോൾ എവിടെ വണ്ടി ഉള്ളതെന്നുള്ള കാര്യം അറിയത്തില്ല. ഇനിയിപ്പോൾ അന്വേഷിച്ച് കുറേ നടക്കണം. നീ ഏത് വഴിയാടാ കയറിപ്പോയേ? കുഴിയൊന്നും ഇല്ലല്ലോ അല്ലേ? ആ ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്തോ സാധനങ്ങൾ. ഇതുവഴിയല്ല നമ്മൾ വന്നതല്ലേ? നമ്മൾ കറങ്ങിയാണോ വന്നതെന്ന് സംശയമുണ്ട്. ഇതിലേക്കൂടെ വന്നതെന്നൊരു പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എവിടെയൊക്കെയോ ചാടി വരുന്നു. ഇവിടെയൊക്കെ വെള്ളമാണെന്ന് തോന്നുന്നല്ലോടാ. പടച്ചോനെ ഇങ്ങളെ കാത്തോളീന്ന് പറഞ്ഞൊരു പോക്കാണ്. ദൈവം ഇവിടെ ഫുള്ള് വെള്ളമാണ്. പിന്നെ കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഏതാണ്ട് വഴി ഓക്കെ ആയെന്ന് തോന്നുന്നു. പുഴയൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മളൊരു കാട്ടിൽ കയറി കേട്ടോ. കാരണം നമ്മൾ ഇറങ്ങിയ വഴി എവിടെയാന്ന് തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കാടിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. ഒരല്പം ബുദ്ധിമുട്ടുള്ള വഴി കൂടെയാണ് ഇനിയുള്ള യാത്ര. ഇറങ്ങിയത് എവിടെയാണെന്നൊരു ഐഡിയ കൃത്യമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ
കുറച്ചുകൂടെ എളുപ്പമായേനെ. ഓ, കയ്യെ കുത്തിക്കയറി. ഓ, ഇതിനേക്കാളും നല്ല പുഴക്കൂടെ വരുന്നതായിരുന്നു തോന്നുന്നല്ലോ അവിടെ. എന്തായാലും ഒരു റോഡിൻ്റെ സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. തൊട്ട് മുമ്പിൽ നല്ല വഴി ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് റോഡിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഇതാണ് നമ്മളിപ്പം നടന്നു പോയ നദി. ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ നിന്നാണ് ജോഗ് ഫാൾസ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ നിന്ന് വീണ്ടും ഇത് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് ഹൊന്നാവർ അറബിക്കടൽ വരെ പോയി ചേരും. ഹായ് മങ്കി. ഞങ്ങളിപ്പോൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ പോയത് അതിൻ്റെ നടുക്ക് കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലാണ്. ഇങ്ങനെ ജോഗ് ഫാൾസിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. ഒരു ട്രിപ്പിന് ഈ വഴിക്കൊക്കെ വരുവാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാണ് അല്ലേ. മഴക്കാലത്ത് ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടി. കാരണം ഇവിടെ നിറയെ വെള്ളമായിരിക്കും. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ പോയെങ്കിൽ അതിന് കാരണം വെള്ളം കുറവുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 5:30 വരെയാണ് ഇവിടുത്തെ സമയം. അപ്പോൾ ഏതാണ്ട് സമയം കഴിയാറായി. നമ്മളിനി തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ ബൈ.